അപ്പോൾ നമ്മൾ എന്താ നോക്കാൻ പോവാണ്? മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ ഇന്ന് വന്ന ക്വസ്റ്റ്യൻ പേപ്പർ. ഇന്നെന്ന് പറയുമ്പോൾ മെയ് 12 വന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നമുക്ക് നോക്കാം എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടെന്ന് ഒരു ഉദാഹരണം വരുത്താം. ഇത് തന്നെ വരണമെന്ന് ഒരു നിർബന്ധമില്ല, ഇതിൻ്റെ ഒരു പാറ്റേൺ ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷേ നമുക്കൊരു മിനിമം ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ടൈം 2 hours, മാക്സിമം മാർക്ക് 56. പലർക്കും അതിലൊരു ക്ലാരിറ്റി ഇതുവരെ വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ അതൊന്ന് പറയുകയാണ്. ഇനി നമുക്ക് നോക്കിയപ്പോൾ എത്ര സെക്ഷൻസ് ഉണ്ട്, എന്തൊക്കെ പരിപാടി നോക്കാം. ആദ്യം കാണുന്ന പാർട്ട് എ ആണ്. പാർട്ട് എ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 5 മിനിറ്റ് കൊണ്ട് തീർക്കേണ്ട ക്വസ്റ്റ്യനാണ്. പറയുന്ന പോലെ എന്താണ് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. ഓക്കെ, ഓപ്ഷൻസ് സഹിതം വന്നേക്കുന്നത്. ഐഡൻറ്റിഫൈ ദ കമ്പോണൻസ് ഇൻക്ലൂഡഡ് ഇൻ മാർക്കറ്റിംഗ് എൻവയൺമെൻറ്റ്. മാർക്കറ്റിംഗ് എൻവയൺമെൻറ്റ് ഒരിക്കലും കസ്റ്റമർ മാത്രം കൊണ്ട് മാർക്കറ്റിംഗ് എൻവയൺമെൻറ്റ് കംപ്ലീറ്റ് ആവത്തില്ല. കോമ്പറ്റീറ്റേഴ്സ് കൊണ്ട് മാത്രം കംപ്ലീറ്റ് ആവത്തില്ല. ഇൻറ്റേർണലും എക്സ്റ്റേണലായിട്ടുള്ള ഫാക്ടേഴ്സ് എന്ത് വരണം? മാർക്കറ്റിംഗ് എൻവയൺമെൻറ്റിൽ വരണം അല്ലേ. ഇതിൽ ഇൻറ്റേർണൽ ഫാക്ടർ എന്ന് പറയുന്നതാണ് എന്തെന്നുള്ളത് നമ്മുടെ കൺട്രോളബിൾ ആയിട്ടുള്ളത്, എക്സ്റ്റേണൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, നമ്മൾ മുമ്പ് പലപ്പോഴും പറഞ്ഞു പോയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, എല്ലാവരും എഴുതി എന്ന് വിശ്വസിക്കുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ ആരുടെയാണെന്നറിയില്ല, ഓൺലി കസ്റ്റമർ ആ പാവപ്പെട്ട എൻ്റെ കിട്ടിച്ചേക്കുന്നത്. നെയിം ദ ഫാദർ ഓഫ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ്. മാർക്കറ്റിങ്ങിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആര്? ഫിലിപ്പ് കോട്ട്ലറാണ്. ഇന്നും ജീവിച്ചിരിപ്പുള്ള മനുഷ്യനാണ്. ഇന്നും ഓൺലൈൻ ക്ലാസ്സൊക്കെ എടുക്കുന്ന ആളാണ് ഫിലിപ്പ് കോട്ട്ലർ. ഓക്കെ, എബ്രഹാം മാസ്ലോ ആണ് ഇയാളെ പിക്ക് ചെയ്തിരിക്കുന്നത്. എബ്രഹാം മാസ്ലോ അല്ല, പാവപ്പെട്ടന് വീണ്ടും തെറ്റിയിട്ടുണ്ട്. എബ്രഹാം മാസ്ലോ നമ്മുടെ എന്ത് പറഞ്ഞ ആളാണ്? ഹൈറാക്കി, ഡിസിഷൻ മേക്കിങ്ങിയുടെ ഹൈറാക്കി അല്ല, ഡിസിഷൻ മേക്കിങ്ങിയുടെ അല്ലല്ലോ, നീഡിൻ്റെ ഹൈറാക്കി പറഞ്ഞ ആളാണ് എബ്രഹാം മാസ്ലോ. FW ടൈലർ മാനേജ്മെൻറ്റ് തിയറി പറഞ്ഞ ആളാണ്. ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ് എന്ന ഫാദർ ഓഫ് സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് അല്ലേ. എബ്രഹാം ഫിലിപ്പ് ആരാന്ന് എനിക്കറിയത്തില്ല. പോട്ടെ. തേർഡ് ക്വസ്റ്റ്യൻ, സെയിൽസ് പ്രൊമോഷൻ അറ്റ് കൺസ്യൂമർ ലെവൽ ഇൻക്ലൂഡ് ദ ഓപ്ഷൻസ്. അതായത് ചിന്തിക്കുക, സെയിൽസ് പ്രൊമോഷൻ നമ്മൾ കൺസ്യൂമറിൽ നേരിട്ട് സെയിൽസ് പ്രൊമോഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും? ആദ്യത്തെ ഓപ്ഷൻ തന്നിരിക്കുന്ന പ്രൈസ് ഓഫ് കൊടുക്കുക, ബൈ 1 get 1 ഫ്രീ കൊടുക്കുക, കൂപ്പൺ കൊടുക്കുക. അതല്ലേടാ കസ്റ്റമേഴ്സിന് നേരിട്ട് കൊടുക്കാൻ പറ്റുന്ന കാര്യം. അല്ലാതെ രണ്ടാമത്തെ ഓപ്ഷൻ നോക്കി, ഡീലേഴ്സ് സെയിൽസ് കോൺടെസ്റ്റ്, ബൈയിങ് അലവൻസ്, പ്രൈസ് ഡീൽസ്. ഡീലേഴ്സ് സെയിൽസ് കോൺടാക്റ്റ് ഡീലേഴ്സിനല്ലേ. പിന്നെ സെയിൽസ് ഫോഴ്സിന് കൊടുക്കുന്ന കോൺടെസ്റ്റുകൾ, ബോണസ് ടു സെയിൽസ് ഫോഴ്സ്, അതും കസ്റ്റമേഴ്സിന് നേരിട്ടല്ല. ഡീലേഴ്സിന് ഗിഫ്റ്റ് കൊടുക്കുക, കോപ്പറേറ്റീവ് അഡ്വർടൈസിങ് കൊടുക്കുക, അതൊന്നുമല്ല. കസ്റ്റമേഴ്സിന് നേരിട്ട് നമ്മൾ സെയിൽസ് പ്രൊമോഷൻ ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യത്തെ ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. എന്താണ്? പ്രൈസ് ഓഫ് കൊടുക്കുക, അതായത് പ്രൈസ് കുറച്ച് കൊടുക്കുക, ബൈ 1 get 1 ഓഫർ കൊടുക്കുക, കൂപ്പൺസ് കൊടുക്കുക. ഇതൊക്കെയാണ് കസ്റ്റമേഴ്സിന് നേരിട്ട് നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഡാഷ് ഇസ് ദ പ്രോസസ് ഓഫ് ഡിസൈഡിങ് ദ വാല്യൂ ദാറ്റ് കസ്റ്റമേഴ്സ് വിൽ എക്സ്ചേഞ്ച് ഫോർ എ പ്രൊഡക്റ്റ്. ആ പ്രോസസ്സിനാണ് എന്തെന്ന് വിളിക്കുന്നത്? പ്രൈസിങ് എന്ന് വിളിക്കുന്നത്. അതായത് അതാണല്ലോ നമ്മൾ തീരുമാനിക്കുന്നത്. അല്ലാതെ എന്തല്ല, എനിക്ക് എത്ര രൂപയുടെ സാധനം വിറ്റു, ഇത്ര രൂപയുടെ സാധനം വിറ്റതിന് ഇത്രയും % പ്രോഫിറ്റ് കിട്ടണം എന്ന് പറഞ്ഞല്ല നമ്മൾ മാർക്കറ്റിംഗ് കോൺസെപ്റ്റിൽ വിലയിടുന്നത്. വിലയിടുക എന്ന് വെച്ചാൽ എന്താണ്? എന്ത് വില ഇട്ടാലാണ് ആൾക്കാർ ആ സാധനം വാങ്ങുക അല്ലേ. അപ്പോൾ എന്തായിരുന്നു? പ്രൈസിങ് ആയിരുന്നു. STP പ്രോസസ് റെഫേഴ്സ് ടു സെഗ്മെൻറ്റേഷൻ, ടാർഗറ്റിംഗ് ആൻഡ് പൊസിഷനിങ്. ആദ്യത്തെയാണ്. ഇതെല്ലാം മാർക്കറ്റിങ്ങിൻ്റെ അപ്രോച്ചുകളാണ്. മാർക്കറ്റിനെ സെഗ്മെൻറ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് ചെയ്യുക, ഒരു പ്രത്യേക ഗ്രൂപ്പിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് ചെയ്യുക, ഒരു പൊസിഷൻ മാർക്കറ്റിൽ കണ്ടെത്തിക്കൊണ്ട് മാർക്കറ്റ് ചെയ്യുക. ഇതെല്ലാം മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസാണ്. ഡാഷ് മാർക്കറ്റിംഗ് ഇൻവോൾവ് പ്രൊമോഷൻ പ്രൊഡക്റ്റ് ത്രൂ ആൻ ഇൻഡയറക്റ്റ് മീൻസ് വെൻ ഡയറക്റ്റ് പ്രൊമോഷൻ ഈസ് റെസ്ട്രിക്റ്റഡ് ബൈ ലോവർ റെഗുലേഷൻ. അതിന് പ്രത്യേകിച്ചൊരു പേരുള്ളതായിട്ട് എനിക്കറിയത്തില്ല. ഇൻഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, എക്സ്പ്ലെയിൻ ദ പ്രൊഡക്റ്റ് മിക്സ് ഡിസിഷൻസ്, എക്സ്പ്ലെയിൻ കോൺസെൻട്രേറ്റഡ് മാർക്കറ്റിംഗ്. പ്രൊഡക്റ്റ് മിക്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 7 P's കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്, അതിനകത്ത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അത് ഉറപ്പായിട്ട് അറിഞ്ഞേക്കണം കേട്ടോ. ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ 7 P ചോദിക്കും. പലയിടത്തും നിങ്ങൾക്ക് അടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണ്. 7 P ഏതൊക്കെയാണെന്നുള്ളത്, എന്ത് ഇമ്പോർട്ടൻസ് എന്താണെന്ന് ഉറപ്പായിട്ടും വായിച്ചേക്കുക. ഇതുവരെ പരീക്ഷ എഴുതാത്തവർ. കഴിഞ്ഞ ഒരു കാര്യത്തിൽ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എക്സ്പ്ലെയിൻ കോൺസെൻട്രേറ്റഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഈ പറഞ്ഞ പോലെ ടാർഗറ്റായിട്ട് നമ്മൾ ഒരു പ്രത്യേക ഗ്രൂപ്പെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന മാർക്കറ്റിംഗ്. എഫേർട്ട് വെളിയിലേക്ക് പോകുന്നില്ല. പേര് തന്നെ കാര്യമുണ്ടല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, സജസ്റ്റ് എ പ്രൈസിങ് സ്ട്രാറ്റജി ഫോർ എ ന്യൂലി ഓപ്പൺ ബുട്ടീക്ക്. ഇതെല്ലാം ആപ്ലിക്കേഷൻ തലത്തിൽ തന്നെ കേട്ടോ. കണ്ടോ, ആപ്ലിക്കേഷനാണ് നമ്മൾ കോഗ്നിറ്റീവ് ലെവൽ വരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആപ്ലിക്കേറ്റിംഗ് തലത്തിൽ. നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചില്ല, സെക്ഷൻ ബിയിലേക്ക് നമ്മൾ എത്തിയല്ലേ. ഞാൻ ഒന്ന് ബാക്കിലേക്ക് പോവാണേ. യെസ്, പാർട്ട് ബിയിലെത്തി. പാർട്ട് ബി എന്ന് പറയുന്നത് 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. പിന്നെ 20 മിനിറ്റ് ഉണ്ട്. 10 ഇപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? 2 marks ഉള്ള ക്വസ്റ്റ്യൻസാണ്. എല്ലാ ക്വസ്റ്റ്യൻ എഴുതണം. ഒരു ക്വസ്റ്റ്യന് 2 മാർക്ക് ഓറുണ്ടെന്ന് തോന്നത്തല്ലേ. നോക്കാം. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതായിരുന്നു സജസ്റ്റ് എ പ്രൈസിങ് സ്ട്രാറ്റജി ഫോർ എ ന്യൂലി ഓപ്പൺ ബുട്ടീക്ക് ഇൻ എ ലോക്കൽ ഏരിയ. അപ്പോൾ ന്യൂലി ഓപ്പൺഡ് ആണ്. ന്യൂലി ഓപ്പൺഡ് എന്ന വാക്ക് കേൾക്കുമ്പോഴേ പ്രൈസിങ്ങിൽ എന്ത് ഓർത്തോണം?
ചെറിയ പ്രൈസിൽ നിന്ന് പയ്യെ ആദ്യം വലിയ പ്രൈസിലേക്ക് പോകും. ന്യൂലി സ്റ്റാർട്ടറിൽ ഒരിക്കലും എന്ത് പറ്റത്തില്ല, ആദ്യമേ ഒരു ഹൈ പ്രൈസ് വയ്ക്കുന്നത് പൊതുവേ അഭികാമ്യമായിട്ടുള്ള കാര്യമല്ല. അൺലെസ് വി ഹാർ പ്ലേസിങ് എന്താണ് ഒരു പ്രീമിയം പ്രൊഡക്റ്റ് കൊടുക്കുന്നത്, ആപ്പിളിൻ്റെ ഫോൺ പോലെയൊക്കെ ഒരു പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ ആദ്യമേ കൊണ്ട് ഹൈ പ്രൈസ് വയ്ക്കുന്നത് നല്ല രസമുള്ള പരിപാടിയല്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഒരു ലോക്കൽ ഏരിയ എന്നും കൂടെ എടുത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ എന്താണ് കോസ്റ്റ് കുറച്ച് വയ്ക്കുക. ആ പ്രൈസിങ് സ്ട്രാറ്റജീനെ എന്തെന്ന് വിളിക്കും? പെനിട്രേറ്റിംഗ് പ്രൈസിങ് സ്ട്രാറ്റജി. ഓക്കെ. ഐഡൻറ്റിഫൈ ദ വേരിയസ് പ്രൊഡക്റ്റ് പൊസിഷനിങ് സ്ട്രാറ്റജീസ്. പ്രൊഡക്റ്റ് പൊസിഷനിങ് സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയുണ്ട്? പ്രൊഡക്റ്റ് പൊസിഷനിങ് എന്താണെന്നറിയാമല്ലോ. മാർക്കറ്റിൽ നമ്മളെ പ്രൊഡക്റ്റിന് മാത്രമായിട്ടുള്ള ഏരിയ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രൊഡക്റ്റ് പൊസിഷനിങ്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് പൊസിഷനിങ് സ്ട്രാറ്റജി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എങ്ങനെ, ഓക്കെ, എന്തൊക്കെയായിരിക്കാം നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റിൽ ഒരു ഏരിയ കണ്ടെത്താൻ വേണ്ടി ഏത് ഫാക്ടറിലായിരിക്കും നമ്മൾ ഊന്നൽ കൊടുക്കുക എന്നുള്ളത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളൊരു ഗ്രൂപ്പ് കസ്റ്റമറിന് ടാർഗറ്റ് ചെയ്യുന്നു, അവർക്ക് വേണ്ടി മാത്രം പ്രൊഡക്റ്റ് ഇറക്കുന്നു. അപ്പോൾ നമ്മളവിടെ നമ്മുടെ മാർക്കറ്റിൽ ആ ഒരു ഹ്യൂജ് മാർക്കറ്റിൽ നമ്മൾ എന്ത് കണ്ടെത്തി? ഒരു ഏരിയ കണ്ടെത്തി. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, പിന്നെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ചെയ്യാത്ത കാര്യം മാത്രം ചെയ്യുക. ഇതൊക്കെയാണ് എന്തെന്ന് പറഞ്ഞത്, ഈ പറഞ്ഞ പൊസിഷനിങ് സ്ട്രാറ്റജി. പൊസിഷനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഇടം കണ്ടെത്തുക എന്നതാണ് മാർക്കറ്റിൽ. എങ്ങനെ ഇടം കണ്ടെത്തുന്നു എന്ന ചോദ്യത്തിൻ്റെ പല ഉത്തരങ്ങളാണ് പല സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. ടെക്സ്റ്റിലുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ആലോചിച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരുപാട് പോയിൻറ്റ്സ് കിട്ടും. ഓക്കെ. ഡിസൈൻ എ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ സ്ട്രാറ്റജി ഫോർ എ ന്യൂ ഇ-കൊമേഴ്സ് കമ്പനി സെല്ലിംഗ് ഔട്ട്ഡോർ ഗിയർ പ്രൊഡക്ട്സ്. ഇതിൻ്റെയൊക്കെ പ്രശ്നം അത്രയും ചിന്തിക്കാൻ കഴിയാത്തതിന് അത് എഴുതാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്യേണ്ട എന്താണ്? ഒരു ഡിസ്ട്രിബ്യൂഷൻ ചാനൽ സ്ട്രാറ്റജിയാണ്. ഇ-കൊമേഴ്സ് കമ്പനിക്ക് വേണ്ടിയിട്ടാണ് അവർ വിൽക്കുന്നത് ഔട്ട്ഡോർ ഗിയർ പ്രൊഡക്ട്സുകളാണ്. ഇതിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഔട്ട്ഡോർ ഗിയർ എന്ന് കേട്ടപ്പോൾ പിള്ളേർ എന്ത് വിചാരിച്ചു എന്നുള്ളതാണ്. ഇവരൊക്കെ പിന്നെ കുറച്ചും കൂടി ചിന്തിക്കണം. നമ്മുടെ പിള്ളേർ ഏത് തലത്തിൽ വളർന്നിട്ടുണ്ടെന്ന് ചിന്തിച്ചിട്ട് കുത്തിയിടണം എന്നുള്ളതാണ്. വേറൊന്നും കൊണ്ടല്ല. ഔട്ട്ഡോർ ഗിയർ പ്രൊഡക്ട്സ് നിൽക്കുമ്പോൾ ആദ്യം നമുക്ക് ഗിയറിൻ്റെ വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ട് എന്താണെന്നൊക്കെ തോന്നും. പക്ഷേ ഔട്ട്ഡോർ ഗിയർ പ്രൊഡക്ട്സ് എന്ന് വിളിക്കുന്നത് ഈ നമ്മളെ കൾച്ചറിലേ ഇല്ലാത്തൊരു സാധനമാണ്. ഈ എന്താ പറയുക, ഇപ്പോൾ ഈ മലയോരത്തൊക്കെ ടെൻ്റ് അടിച്ച് താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രിപ്പ് പോകുന്ന രീതിയിൽ ചിലരൊക്കെ പോകത്തില്ലേ? അവരൊക്കെ പൊതുവേ കരുതുന്ന കുറേ സാധനങ്ങൾ, ഒരു ജാക്കറ്റ്, ഒരു സ്പെഷ്യൽ ഷൂസ്, വലിയ ബാഗ്. ഫോറിൻ കൺട്രീസിലൊക്കെ അവർക്ക് അത് സ്ഥിരം പരിപാടിയാണ് അല്ലേ? അവരുടെ ഒരു കൾച്ചറിൻ്റെ പാർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. നമ്മൾ ടൂർ പോകാമെന്ന് പറഞ്ഞാൽ മറ്റേ ട്രെയിൻ കയറി പോവുക അങ്ങനെയൊക്കെ അല്ലേ? അല്ലാതെ ഈ പറഞ്ഞ പോലെ ഒരു കുറേ എക്യുപ്മെൻറ്റ്സും കെട്ടിപ്പിറക്കിയെടുത്ത് ടൂർ പോകുന്ന ഒരു സാധനം നമ്മുടെ കൾച്ചറിലില്ല. പക്ഷെ അങ്ങനെ ഒരു സാധനം വിൽക്കുന്നവർക്ക് എന്ത് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ യൂസ് ചെയ്യാമെന്നൊക്കെയാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. സോ ഇറ്റ് ഈസ് സംതിങ് ബിയോണ്ട് അവർ സ്കോപ്പ്, ബട്ട് സ്റ്റിൽ നമുക്ക് ഉത്തരം എഴുതിയേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, നിങ്ങളെ കൊണ്ട് പറ്റുന്ന എന്താണ്? ഇതിൻ്റെ ഉദ്ദേശം നല്ലതാണ്, ബട്ട് അതിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. നമ്മളെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ടോ, പിള്ളേർക്ക് അതിനുള്ള അവലോകനം കൊടുക്കുന്നുണ്ടോ എന്നൊക്കെ വലിയ ചോദ്യം ഇവിടെ കിടപ്പുണ്ട്. നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ എന്താണ്, ഡിസ്ട്രിബ്യൂഷൻ ചാനലിൻ്റെ സ്ട്രാറ്റജീസ് എന്താണ്, ഇ-കൊമേഴ്സ്. പിന്നെ ഇ-കൊമേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായില്ല, ഓൺലൈനായിട്ടാണ് അവർ പരിപാടി നടത്തുന്നത്. അപ്പോൾ ഇവരുടെ ഓൺലൈനായിട്ട് എന്തോ ഒരു സാധനം വാട്ടർ മേബി ഓക്കെ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അറിയണം എന്നുള്ള നിർബന്ധം ഉള്ളതുകൊണ്ട് ഞാൻ പ്രൊഡക്റ്റ് എന്താണെന്നുള്ളത് ഫോക്കസ് ചെയ്യുന്നില്ല. എന്തോ ഒരു പ്രൊഡക്റ്റ് ഓൺലൈനായിട്ട് വിൽക്കാൻ പോവുകയാണ്. അപ്പോൾ അവരുടെ സ്ട്രാറ്റജി എന്തായിരിക്കും, അതിനെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ പിന്നെ രീതി യൂസ് ചെയ്യാം. നമ്മൾ സാധാരണ നമ്മൾ ഓൺലൈൻ ഡെലിവറിക്ക് യൂസ് ചെയ്യുന്ന ഒരു രീതി അറിയാമല്ലോ. ഓർഡർ കിട്ടുന്നു, ഓർഡർ കിട്ടിയതിനെ ഇന്ന സ്ഥലത്തേക്ക് എത്തിക്കുന്നു, നിയറസ്റ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ടിൽ നിന്ന് സാധനം പോകുന്നു. ആ ഒരു രീതി ഒന്ന് എഴുതി വയ്ക്കുക എന്നല്ലാതെ ഇതിനകത്തൊന്നും ചെയ്യാനില്ല. അൺലെസ് യു നോ വാട്ട് ഈസ് ഔട്ട്ഡോർ ഗിയർ പ്രൊഡക്ട്സ്. പോട്ടെ, നമുക്ക് പാർട്ട് സിയിലേക്ക് പോവാം. പാർട്ട് സി വീണ്ടും നോക്കുക. 16 മാർക്സിനാണ്, 35 മിനിറ്റാണ്. പിന്നെ ഓക്കെ, ഏതൊക്കെ ടൈപ്പ് ആപ്ലിക്കേഷൻ തന്നെയാണ് കണ്ടോ, 2 ആപ്ലിക്കേഷനും 2 അനാലിസിസുമാണ്. ആപ്ലിക്കേഷൻ വീണ്ടും ഇതേപോലെ ചില കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രം എഴുതുന്ന രീതിക്ക് വരും. നോക്കാം. A local clothing store has a limited budget for advertising. Identify a cost-effective advertising method and explain how it can help to increase sale. ശ്രദ്ധിക്കേണ്ട കാര്യം, ലോക്കൽ ക്ലോത്തിങ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ എന്തല്ല ടാർഗറ്റ് ഒരുപാടങ്ങ് വളർന്നു പോകുന്നില്ല. ഇപ്പോൾ നിങ്ങൾ എന്താ പറയുക, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഞാനിപ്പോൾ പേട്ടയിലാണ് താമസിക്കുന്നത്. പേട്ടയിലൊരു കട തുടങ്ങിയാൽ അവർക്ക് പേട്ടയിലുള്ളവർ ഒന്നോടെ സാധനം വാങ്ങിച്ചാൽ മതി, അന്നങ്ങനെ ഉദ്ദേശമേ ഉള്ളൂ. അല്ലാതെ കല്യാൺ സിൽക്സൊക്കെ പോലെ പല നാനാ സ്ഥലത്തു നിന്ന് ആൾക്കാർ വരണമെന്നൊരു ഉദ്ദേശം അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഒന്നുമില്ല, ഒരുപാട് ബഡ്ജറ്റും ഇല്ല. അപ്പോൾ ചെറിയ രീതിയിൽ എങ്ങനെ പരസ്യം ചെയ്യാം, നിങ്ങൾക്ക് ആലോചിച്ചൊക്കെ കിട്ടുന്ന കാര്യങ്ങളേ ഉള്ളൂ. എന്താണ്, ഈ പേപ്പറിൻ്റെ അകത്ത് നമുക്ക് ചെറിയ പോസ്റ്റേഴ്സ് വെച്ച് കൊടുക്കാം.
പിന്നെ ചെറിയൊരു ബാനർ അവിടെ സെറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇവൻറ്റിന് സ്പോൺസർ ചെയ്യാം, പിന്നെ റേഡിയോയിൽ പരസ്യം കൊടുക്കും. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പരിപാടികൾ, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള പരിപാടികൾ എങ്ങനെയാണ്, ആ പരിപാടികൾ എങ്ങനെ സെയിൽസ് ഇൻക്രീസ് ചെയ്യുന്നു, നിങ്ങൾ സ്വന്തം ഭാഷയിൽ എഴുതണം. അല്ല നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പഠിച്ച കാര്യങ്ങളല്ല പിള്ളേരെ ഇവിടെ അവർ ചോദിക്കുന്നത്. അതുകൊണ്ട് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന സാധനത്തിന് SAUGPക്കകത്ത് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ട് അത് അറിഞ്ഞു പോയേ പറ്റത്തുള്ളൂ. ഓക്കെ, അടുത്ത പറയുന്നു, എ ബിസിനസ് എയിംസ് ടു ഗ്രോ ഇറ്റ്സ് കസ്റ്റമർ ബേസ് ഫോർ ഇറ്റ്സ് ഓർഗാനിക് ഫുഡ് ഓഫറിംഗ്. യൂസ് geographic segmentation to identify which region to be focused on and explain the reason behind it. വീണ്ടും ആപ്ലിക്കേഷനാണ്. ഒരു ബിസിനസ് എന്ത് ചെയ്യുന്നു, അവരുടെ കസ്റ്റമർ ബേസ് ഓഫ് ഓർഗാനിക് ഫുഡാണ്. ഓക്കെ, ഓർഗാനിക് ഫുഡ് വിൽക്കുന്നു, അതിൻ്റെ കസ്റ്റമേഴ്സ് ബേസ് കൂട്ടണമെന്നുണ്ടോ. യൂസ് geographic segmentation to identify which region to be focused and explain the reason behind it. ഇത് ഇന്ത്യ ആണോ കേരളമാണോ പറയാത്ത സ്ഥിതിക്ക് നമുക്കങ്ങനെ പ്രത്യേക ഒരു ജില്ലയോ എടുത്ത് പറയാനൊന്നും പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യം പറയാൻ പറ്റും, അർബൺ ആണോ റൂറൽ ആണോ. ഓർഗാനിക് ഫുഡ് വിൽക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് റൂറൽ ഏരിയയിലാണോ അല്ല അർബൻ ഏരിയയിലാണ്. റൂറൽ ഏരിയയിൽ ഓൾറെഡി ഓർഗാനിക് ഫുഡ് ഉണ്ട്. പക്ഷേ അർബൻ്റെ അകത്താണ് നമുക്ക് എന്താ പറയുക ഈ പറഞ്ഞൊരു വിഷയം വരുന്നത്, ഓർഗാനിക് ഫുഡ് ആവശ്യത്തിന് കിട്ടുന്നില്ല എന്നുള്ളത്. അവിടെ തന്നെ വളരെ ബിസി ആയിട്ടുള്ളൊരു ജിയോഗ്രഫിക്കൽ ഏരിയ പിന്നെയും കാണാൻ, സെൻട്രൽ മെട്രോപൊളിറ്റൻ സിറ്റി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ എന്തൊക്കെ ചെയ്യും, ധൃതി പിടിച്ചിരിക്കുന്ന ആൾക്കാരെ പിന്നെ പിടിച്ചിരിക്കും വിധത്തിൽ, അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ എന്താ പറയുക, നമ്മൾ മുംബൈയിലൊക്കെയുള്ള ദബ്ബ പോലത്തെ പരിപാടികളുണ്ടല്ലോ, ഓർഗാനിക്കായിട്ട് ഫുഡ് വെച്ചുണ്ടാക്കിയ ഊണ് അവർക്ക് ഇരിക്കുന്ന സ്ഥലത്ത് എത്തിച്ചു കൊടുക്കുക, അങ്ങനത്തെ പരിപാടികൾ നമ്മൾ ചെയ്യാം. പിന്നെ ഹോട്ടലുകളുമായിട്ട് കൊളാബറേഷൻ ഉണ്ടാക്കാം. ഇതൊക്കെ നിങ്ങൾ ചിന്തിച്ച് എഴുതേണ്ട സാധനങ്ങളാണ്. റിപ്പീറ്റ് ആപ്ലിക്കേഷനാണ്. ഓക്കെ, എക്സ്പ്ലെയിൻ ഹൗ ദ പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ എൻവയൺമെൻറ്റ് ഇൻഫ്ലുവൻസ് മാർക്കറ്റിംഗ് ഡിസിഷൻസ്. വളരെ വലിയൊരു ചോദ്യമാണ്. നിങ്ങളൊരു മാർക്കറ്റിംഗ് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ, ഒരു ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റിംഗ് ചെയ്യാൻ പോകുമ്പോൾ പൊളിറ്റിക്കൽ ആൻഡ് ലീഗൽ എൻവയൺമെൻറ്റ് എങ്ങനെ അതിനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, പൊളിറ്റിക്കൽ എൻവയൺമെൻറ്റ് ബാധിക്കുന്നത് ഇപ്പോൾ തന്നെ നോക്കിക്കുക, നമ്മുടെ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യ പാക് വാർ, അല്ലെങ്കിൽ വാറെന്ന് വിളിക്കരുത്, ഇന്ത്യ പാക്കും തമ്മിലുള്ള ഒരു ചെറിയൊരു ടെൻഷൻ ഉണ്ടായി, അവർ തമ്മിൽ ഒരു ചെറിയൊരു ഉരസലുണ്ടായി. ഈ പ്രശ്നം ഉണ്ടായപ്പോൾ പിന്നെ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന ചൈന ഇന്ത്യയുടെ എന്ത് പറഞ്ഞു, ചില കടുത്ത തീരുമാനങ്ങൾ എടുക്കും, നമുക്കതിലൊരു ചെറിയ സങ്കടം ഉണ്ടെന്നുള്ള രീതിയിൽ ചൈന സംസാരിച്ചു. അപ്പോൾ നമ്മളവിടെ ഈ യുദ്ധമായിട്ട് ഒരു ബന്ധവുമില്ലാതെ ഇന്ത്യയും ചൈനയും തമ്മിൽ വ്യാപാരം നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യാപാരി അതെന്ത് ചെയ്യും, ഉറപ്പായിട്ടും ബാധിക്കും. അവരെന്തെങ്കിലും ചെയ്തിട്ടാണ്, അവരൊന്നും ചെയ്തിട്ടല്ല, പക്ഷെ എന്ത് മാറി, പൊളിറ്റിക്കൽ എൻവയൺമെൻറ്റ് മാറി. അപ്പോൾ അവർക്ക് അവരെന്ത് ചെയ്യേണ്ടി വരും, അവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയിൽ അല്ലെങ്കിൽ ചൈനയായിട്ട് ബന്ധപ്പെടാത്ത രീതിയിൽ അവരവരുടെ മാർക്കറ്റ് ചെയ്യേണ്ടി വരും, പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യേണ്ടി വരും. മനസ്സിലായില്ലേ? അങ്ങനെ പൊളിറ്റിക്സ് എന്ത് ചെയ്യാം, അവരുടെ മാർക്കറ്റിങ്ങിന് വേണ്ടി ചെയ്തു വെച്ചിരുന്ന ഡിസിഷൻസിനെ അപ്പാടെ ബാധിക്കാം. ലീഗൽ എൻവയൺമെൻറ്റ് പറയുകയാണെങ്കിൽ എന്ത് പറയാം, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ടൊബാക്കോ പ്രൊഡക്റ്റ് വിൽക്കുകയാണ്, നമ്മൾ ലോ എന്ത് ചെയ്യുന്നുണ്ട്, റെസ്ട്രിക്റ്റ് ചെയ്യുന്നുണ്ട് അതിനെ മാർക്കറ്റ് ചെയ്യുന്നതിന്. നമുക്ക് വലിയ വലിയ പരസ്യങ്ങൾ കൊടുക്കാനൊന്നും പറ്റത്തില്ല, ചില ടൈപ്പ് ഓഫ് ആഡുകൾ കൊടുക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, പൊളിറ്റിക്സും ലീഗൽ എൻവയൺമെൻറ്റും നമ്മുടെ മാർക്കറ്റിംഗ് ഡിസിഷൻസിനെ ബാധിക്കുന്നുണ്ട്. ഐഡൻറ്റിഫൈ ദ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഓഫ് പാക്കേജിങ്. പാക്കേജിങ് എന്ന് പറയുന്നത് 7 P's വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്. എന്തൊക്കെ ചെയ്യുന്നു, കുറേ ഇൻഫർമേഷൻ തരുന്നു, പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ലേബൽ ചെയ്യുന്നു, നല്ലൊരു ഡിസൈൻ കൊടുക്കുന്നു ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിൽ. അങ്ങനെ പല എന്തുണ്ട് ഉപയോഗം എന്തിനെ കൊണ്ടുണ്ട്, പാക്കേജിനെ കൊണ്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് കമ്പയർ ദ ഡിഫറെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ. ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് ഡയറക്റ്റ് ചാനലുണ്ട്, ഇൻഡയറക്റ്റ് ചാനലുണ്ട്, ഡയറക്റ്റ് എന്താ പറയുക ഡോർ ഡെലിവറി ചാനൽസ് ഉണ്ട്. നമുക്ക് പല കണ്ണികൾ വെച്ചിട്ട് ഹോൾസെയിലർ, അതിൻ്റെ ഇടയിൽ റീറ്റെയിലർ, പിന്നെ കസ്റ്റമർ അല്ലെങ്കിൽ ഡയറക്റ്റ് കസ്റ്റമർ എന്നൊക്കെ പറഞ്ഞിട്ട് പല ചാനൽസ് ഉണ്ട്. അത് കമ്പയർ ചെയ്യാം, വലിയ പരിപാടിയല്ല. അനലൈസ് കീ സ്റ്റേജ് ഓഫ് ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഇവാലുവേറ്റ് കീ സ്റ്റേജസ് ആണ്. ഓക്കെ, ഇവാലുവേറ്റ് ദർ എഫക്റ്റീവ്നെസ് ഇൻ കോൺട്രിബ്യൂട്ടിംഗ് സക്സസ്ഫുൾ പ്രൊഡക്റ്റ് ലോഞ്ചസ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിളും അതിലെ ഓരോ ലൈഫ് സൈക്കിളിലെ പീരീഡിലെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി പല വർഷങ്ങളായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. അത് ഒരിക്കലും വിട്ടുകളയരുത് കേട്ടോ. അതായത് എന്താ, ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ എന്ത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി യൂസ് ചെയ്യണം, ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു, ഇനി ഒരു ഗ്രോത്ത് തുടങ്ങിയിട്ടുണ്ട്, ഇനി എന്ത് ചെയ്യണം, അതൊന്ന് സ്റ്റാഗ്നൻ്റായി, ഇനി എന്ത് ചെയ്യണം, ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങി, ഇനി എന്ത് ചെയ്യണം. ഓരോ സ്റ്റേജിലും ആ മാർക്കറ്റിങ്ങിൻ്റെ അപ്രോച്ച് ഡിഫറൻ്റ് ആണ്. അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നമുക്ക് എന്താ, പ്രൈസ് മാക്സിമം കുറച്ച് കൂടുതൽ ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഗ്രോത്തിൻ്റെ അകത്ത് നമുക്ക് മാക്സിമം ഓഫേഴ്സൊക്കെ കൊടുത്തി ആൾക്കാരെ എടുക്കുക എന്നുള്ളതാണ്. പ്രൈസിങ് സ്ട്രാറ്റജീസ് അവിടെ മാറിക്കൊണ്ടിരിക്കുക. ഓക്കെ, പിന്നെ എന്തുണ്ട്, പിന്നെ അവർ ഒരു സ്റ്റാഗ്നേഷൻ പോലെ എത്തിക്കഴിഞ്ഞാൽ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത്. നമുക്ക്
വീണ്ടും പറഞ്ഞ പോലെ പ്രൊഡക്റ്റിനെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്തെടുക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. കാര്യം പിന്നെ അങ്ങോട്ട് സെയിൽസ് കൂടുന്നില്ല, ഇനി അങ്ങോട്ട് കുറയത്തേ ഉള്ളൂ എന്നുള്ള അവസ്ഥയാണ്. കുറഞ്ഞു തുടങ്ങുമ്പോൾ എന്താണ് ഏറ്റവും നല്ല ബുദ്ധി മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ്. ഒരു പരിധി കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിന് അധികം കിട്ടത്തില്ല, സ്വീകാര്യത കിട്ടത്തില്ല. അപ്പോൾ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് കുറയ്ക്കുക, വെറുതെ കോസ്റ്റ് കളയാതിരിക്കുക. ബട്ട് കുറയുന്നതിൻ്റെ ഒരു മാക്സിമം ലെവലെത്തിയിട്ട് ഇനി അങ്ങോട്ട് ഉയർത്തെഴുന്നേക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളതാണ്. അതാണ് പൊതുവെ എല്ലാ പ്രൊഡക്റ്റുകളും ഒരു കോമൺ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ലൈഫ് സൈക്കിൾ. അതാണ് ചോദ്യം. ഓക്കെ, ഓരോ പ്രൊഡക്റ്റിൻ്റെ ലൈഫ് സൈക്കിൾ ഓരോ പീരീഡിലും എന്തായിരിക്കും നമ്മൾ അപ്രോച്ച് എടുക്കുക എന്നുള്ളത്. പിന്നെ പറയുന്നു, അനലൈസ് ഹൗ എ കമ്പനീസ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ സ്ട്രാറ്റജി ഇമ്പാക്ട് ഇറ്റ്സ് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ്. ഒരു കമ്പനി അവരെന്ത് ചെയ്യണം, അവരെ മാർക്കറ്റിനെ സെഗ്മെൻറ്റുകളായിട്ട് തിരിച്ചു. നമ്മളെപ്പോഴും പറയാറുള്ള ഉദാഹരണം ഹോർലിക്സ്. ഓക്കെ, ഹോർലിക്സ് എന്ത് ചെയ്യുന്നു, ചിൽഡ്രൻസിന് വേണ്ടിയിട്ട്, വയസ്സായവർക്ക് വേണ്ടി, ഡയബറ്റീസ് രോഗികൾക്ക് വേണ്ടി, സ്ത്രീകൾക്ക് വേണ്ടി ഓരോ ഹോർലിക്സ് ഇറക്കുന്നുണ്ട്. എന്ത് കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജാണ് അവർക്കുണ്ടായത്? കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ഇൻ ദ സെൻസ് അവരുടെ, അതായത് നമ്മുടെ കോമ്പറ്റീറ്ററിൻ്റെ മേൽ എന്ത് മേൽക്കൈ ഉണ്ടാക്കാനാണ് ഇത് സഹായിക്കുന്നത്? ഒന്ന് ആലോചിച്ചൊക്കെ. ഈ ഉദാഹരണം ആലോചിച്ച് നോക്കിക്കേ. ബൂസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഹോർലിക്സിൻ്റെ ഏറ്റവും വലിയ കോമ്പറ്റീറ്ററാണ്. ഓരോ കമ്പനിയൊക്കെ ആയിരുന്നെങ്കിൽ പോലും ഓക്കെ കോമ്പറ്റീറ്ററാണ്. അപ്പോൾ അവർക്ക് എന്ത് അഡ്വാൻറ്റേജാണ് ഉള്ളത്? ബൂസ്റ്റ് കുട്ടികളുടെ മാത്രമായി മാറിയപ്പോൾ നമുക്ക് എന്ത് കിട്ടി? കുറേ കൂടെ വൈഡ് അപ്രോച്ച് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മുടെ സെയിൽസ് ഒരിടത്ത് കുറഞ്ഞു പോയാൽ മറ്റിടത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിടിച്ചു നിൽക്കാൻ പറ്റും. അങ്ങനെ പല ഉപയോഗങ്ങൾ എന്തുണ്ട്? മാർക്കറ്റ് സെഗ്മെൻറ്റ് ചെയ്യുന്നതുണ്ട്. ഓക്കെ, അനലൈസ് ദ കമ്പോണൻസ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ്. വീണ്ടും 7P ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഉറപ്പായിട്ട് ആ ചോദ്യം വരും. ഡിസ്കവർ ദ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് അഡോപ്റ്റഡ് ബൈ ബിഗ് മാർജിൻ ഫ്രീ മാർക്കറ്റ് ടു ഇൻക്രീസ് ദ സെയിൽസ്. അത് ചോദിച്ചത് എന്ത് കണ്ടിട്ടാണെന്ന് എനിക്കറിയത്തില്ല. ഒരു പക്ഷേ അത് തന്നെയായിരിക്കും. ഒരു സിനിമയുണ്ട്, നമ്മുടെ വേലക്കാരൻ സിനിമ. അതിൻ്റെ അകത്ത് നമ്മുടെ ഫഹദ് ഫാസിൽ ശിവകാർത്തികേയന് പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റിംഗ് ആണെന്നും പറഞ്ഞിട്ട് ഒന്ന് വീഡിയോ കണ്ടു നോക്കണേ. ഞാൻ പറ്റുമെങ്കിൽ താഴെ അതിൻ്റെ ലിങ്ക് എന്തെങ്കിലും കൊടുത്തേക്കാം, ഒന്ന് കണ്ടു നോക്കാം. അത് ആ ഒരു വീഡിയോക്കത്തിനുള്ള ഉത്തരവുണ്ട്. അതുകൊണ്ട് എക്സ്പ്ലെയിൻ ഹൗ എ കമ്പനി ക്യാൻ യൂസ് ദ മാർക്കറ്റിംഗ് മിക്സ് ടു ലോഞ്ച് എ ന്യൂ പ്രൊഡക്റ്റ് ആൻഡ് ഗെയിൻ കോമ്പറ്റീവ്. വീണ്ടും മാർക്കറ്റിംഗ് മിക്സ്. ഞാൻ പറഞ്ഞല്ലോ, മാർക്കറ്റിംഗ് മിക്സ് ഇല്ലാത്തൊരു കളിയില്ല. പിന്നെ ചോദിക്കുന്നത്, അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന പാർട്ട് ഡിയിലാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് പറയാൻ വിട്ടുപോകുന്നു. കാര്യം ആ പാർട്ട് ഡി എന്നുള്ളതിന് വേണ്ടത്ര ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുന്നത് ഒട്ടും ശ്രദ്ധിക്കത്തില്ല. 24 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. 1 മണിക്കൂർ എടുത്ത് എഴുതേണ്ടതാണ്. ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, എക്സ്പ്ലെയിൻ ഹൗ ഇവൻറ്റ് മാനേജ്മെൻറ്റ് കോൺസെപ്റ്റ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ ബിൽഡിംഗ് കസ്റ്റമർ റിലേഷൻഷിപ്പ്. അതൊക്കെ കയ്യിൽ നിന്നിട്ട് എഴുതേണ്ട സാധനം. ഞാനതൊന്നും പറയുന്നില്ല. എങ്ങനെ ഇവൻറ്റുകൾ മാനേജ് ചെയ്യുന്നത് കസ്റ്റമർ റിലേഷൻഷിപ്പ്, കസ്റ്റമേഴ്സായിട്ടുള്ള റിലേഷൻഷിപ്പ് നല്ലതാക്കാൻ ഉപകാരപ്പെടുന്നു എന്നുള്ളതാണ്. ആൻഡ് ദി ലാസ്റ്റ് ഫ്യൂ ക്വസ്റ്റ്യൻസ്, അസസ് ദി ഇമ്പാക്ട് ഓഫ് പ്രൈസിംഗ് സ്ട്രാറ്റജീസ് ഓൺ ദ ഓവറോൾ എഫക്റ്റീവ്നെസ് ഓഫ് ദ മാർക്കറ്റിംഗ് മിക്സ് ഇൻ അച്ചീവിങ് ബിസിനസ് ഒബ്ജക്റ്റീവ്സ്. മാർക്കറ്റിംഗ് മിക്സിൻ്റെ ഓക്കെ പ്രൈസിംഗ് സ്ട്രാറ്റജി. ഓക്കെ, ഇമ്പാക്ട് ഓഫ് പ്രൈസിംഗ് സ്ട്രാറ്റജി ഓൺ ഓവറോൾ എഫക്റ്റീവ്നെസ് ഓഫ് മാർക്കറ്റിംഗ് മിക്സ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻ കേസ് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ എന്താണെന്ന് മനസ്സിലായില്ല, നിങ്ങൾ എന്ത് കാര്യങ്ങൾ എഴുതി വയ്ക്കുക? എന്താണ് പ്രൈസിംഗ് സ്ട്രാറ്റജി എന്ന് എഴുതി വയ്ക്കുക, എന്താണ് മാർക്കറ്റിംഗ് മിക്സ് എന്ന് എഴുതി വയ്ക്കുക. അത്രേ അവർ പ്രതീക്ഷിക്കുന്നുള്ളൂ. പക്ഷേ ഇവിടെ യഥാർത്ഥത്തിൽ ചോദ്യം എന്ന് പറയുന്നത് പ്രൈസിംഗ് സ്ട്രാറ്റജീസ് പലതുണ്ട്. ഓക്കെ, ഈ പറഞ്ഞ പ്രൈസിംഗ് സ്ട്രാറ്റജീസിന് മാർക്കറ്റിംഗ് മിക്സിന്മേലുള്ള നമ്മളുടെ ഒബ്ജക്റ്റീവ്, ബിസിനസ്സിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് ഉണ്ടല്ലോ, അത് നേടിയെടുക്കാൻ മാർക്കറ്റിംഗ് മിക്സിനെ എന്തുമാത്രം സഹായിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ പ്രൈസിംഗ് എന്ന് പറയുന്നതിൽ P എന്ന് പറയുന്ന മാർക്കറ്റിംഗ് മിക്സിൽ ഒരൊറ്റ കാര്യം മാത്രമാണ്. അപ്പം അത് മൊത്തത്തെ എങ്ങനെ സഹായിക്കുന്നു നമ്മുടെ ഒബ്ജക്റ്റീവ് നേടിയെടുക്കാൻ എന്നുള്ളതാണ് ചോദ്യം. ഒറ്റ അർത്ഥത്തിൽ പറഞ്ഞാൽ എങ്ങനെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ പ്രൈസിംഗ് ഒബ്ജക്റ്റീവ്, പ്രൈസിംഗ് സ്ട്രാറ്റജീസ് നമ്മുടെ ബിസിനസ്സിനെ സഹായിക്കുന്നു എന്നതാണ് ആ ചോദ്യം. കുറച്ച് വളരെ പിടിച്ച് ചോദിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. അടുത്തത്, ഇലോബറേറ്റ് ദ മാർക്കറ്റ് പൊസിഷനിങ് സ്ട്രാറ്റജീസ് ഓഫ് എ കമ്പനി ആൻഡ് ഇറ്റ്സ് ഇൻഫ്ലുവൻസ് ഓൺ കസ്റ്റമർ പെർസെപ്ഷൻ വിച്ച് അൾട്ടിമേറ്റ്ലി ഡ്രൈവ് ടു ദ പർച്ചേസിംഗ് ഡിസിഷൻ. ഒന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ മാർക്കറ്റിംഗ് പൊസിഷൻ്റെ പല വഴികളുണ്ടല്ലോ. മാർക്കറ്റിലൊരു സാധനം കണ്ടെത്താൻ പല വഴികളുണ്ട്. ആ വഴികൾ എങ്ങനെ നമ്മുടെ ബിസിനസ്സിന് സെയിൽസ് കൂട്ടാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. അസസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് വേരിയസ് ഫീച്ചേഴ്സ് ഓഫ് മാർക്കറ്റിംഗ് ആൻഡ് ഇൻഫ്ലുവൻസിങ് കൺസ്യൂമർ ബിഹേവിയർ ആൻഡ് ബിസിനസ് സക്സസ്. നമ്മുടെ മാർക്കറ്റിംഗ് എങ്ങനെ കൺസ്യൂമർ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്താണ്, വാങ്ങണ്ട എന്ന് പറഞ്ഞു പോകുന്നവനെ വാങ്ങാൻ പ്രേരിപ്പിക്കുക, 1 വാങ്ങാൻ വന്നവന് 2 വാങ്ങാൻ പ്രേരിപ്പിക്കുക. ഇങ്ങനെ പല കാര്യങ്ങളാണ് മാർക്കറ്റിംഗ് ചെയ്യുന്നത്. വീണ്ടും കയ്യിൽ നിന്നിട്ട് എഴുതാം, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഡിസൈൻ എ ഫ്രെയിംവർക്ക് ഷോയിങ് വേരിയസ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പ്രൈസ് ഡിസിഷൻ. ഒരു പ്രൈസിങ് ഡിസിഷനെ എഫക്റ്റ് ചെയ്യുന്ന
ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്താണ്? എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് വരുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ മാർക്കറ്റിലെ അവസ്ഥ എന്താണ്, കസ്റ്റമർ വാങ്ങാൻ ഇഷ്ടപ്പെടുന്ന വില എന്താണെന്നൊക്കെ ചിന്തിക്കുന്നത്. ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് വരുമ്പോൾ അതിൻ്റെ എന്തുമാത്രം കോസ്റ്റ് ഉണ്ട്, ഓക്കെ, എന്തുമാത്രം കോസ്റ്റ് പ്രൊഡക്റ്റ് ചെയ്യാൻ വേണ്ടി ആയിട്ടുണ്ട്, നമുക്ക് എന്തുമാത്രം എത്ര കാലം വരെ നഷ്ടത്തിൽ ഓടാനുള്ള കെൽപ്പ് നമുക്കുണ്ട്, പിന്നെ എന്താ പറയുക, നമ്മുടെ കമ്പനിയുടെ ജനറൽ പോളിസി എന്താണ്, കമ്പനി തീരുമാനം എന്താണ്, ഇങ്ങനെ പല കാര്യങ്ങളാണ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. പ്രൈസിനെ സ്വാധീനിക്കുന്ന നമ്മുടെ ബിസിനസ്സിൻ്റെ അകത്ത് തന്നെയുള്ള കാര്യങ്ങളാണ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പ്രൈസിങ് ഡിസിഷൻ. അടുത്ത ക്വസ്റ്റ്യനാണ്, എ കമ്പനി വാണ്ട്സ് ടു ടാർഗറ്റ് ഫാമിലീസ് വിത്ത് യങ് ചിൽഡ്രൻ വിത്ത് ഇറ്റ്സ് ന്യൂ ലൈൻ ഓഫ് കിഡ്സ് ക്ലോത്തിങ്. എലോബറേറ്റ് ദ പ്ലാൻ ഓഫ് പ്രൊമോഷൻ സ്ട്രാറ്റജീസ് ഫോർ ആൻ എഫക്റ്റീവ് റീച്ച് ഇൻ ടാർഗറ്റ് മാർക്കറ്റിംഗ്. ഇത് നിങ്ങൾ ക്രിയേറ്റീവായിട്ട് എഴുതേണ്ട കാര്യമാണ്. എന്താ പറയുന്നത്, ഒരു കമ്പനി അവരെന്താ ടാർഗറ്റ് ചെയ്യുന്നത്, കിഡ്സിന് വേണ്ടിയിട്ടുള്ള യങ് ചിൽഡ്രൻ, ഓക്കെ, ഫാമിലീസ് വിത്ത് യങ് ചിൽഡ്രൻ, കുഞ്ഞു പിള്ളേരുള്ള ഫാമിലീസിലേക്ക് കിഡ്സിൻ്റെ ക്ലോത്തിങ് അതാണ് അവർ ഇറക്കാൻ പോകുന്നത്. പ്രൊമോഷന് വേണ്ടി എന്തൊക്കെ ചെയ്യും? ഇവിടെ പറയേണ്ട ഒരു കാര്യം, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് എഴുതേണ്ടത്, പക്ഷേ എന്ത് എഴുതണം, അതിന് എവിടെയോ എടുത്ത് ഉപയോഗിക്കുന്ന പോലെ എഴുതണം. അതുകൊണ്ടാണ് പറയുന്നത് FAGP എന്താണ് പിള്ളേരെ വെറുതെ കാണാതെ പഠിച്ച് പോയിട്ട് കാര്യമില്ല, മനസ്സിലാക്കണം. കാര്യം മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുന്ന ബുദ്ധിമുട്ടാണ്. സോ ആ ഒരു ആപ്ലിക്കേഷൻ ഇപ്പം നിങ്ങൾ എന്ത് വേണമെങ്കിലും എഴുതാം. ഈ പറഞ്ഞ പോലെ എന്താണ്, ഞാനിപ്പോൾ വെറുതെ പറയാണ്, പ്രൈസിങ് വളരെ ഹൈ ആക്കി വെച്ചുകൊണ്ടുള്ളൊരു പ്രൈസിങ് സ്ട്രാറ്റജി ഉണ്ട്. ഏതാണെന്നറിയോ? സ്കിമ്മിങ് പ്രൈസിങ് എന്ന് പറയും. ഞാൻ പറയുകയാണ്, സ്കിമ്മിങ് പ്രൈസിങ് നമ്മൾ കിഡ്സിന് വേണ്ടിയിട്ടുള്ള ക്ലോത്തിങ്ങിന് ഇറക്കുമ്പോൾ ആ സ്കിമ്മിങ് പ്രൈസിങ് സ്ട്രാറ്റജി ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പ്രൈസ് ഹൈ ആണെങ്കിൽ എന്ത് ചെയ്യും, പിന്നെ നല്ല ക്വാളിറ്റി ആണെന്നുള്ളത് അവർ അസ്യൂം ചെയ്യാൻ തുടങ്ങും. ഇത് എന്താണ്, കിഡ്സിൻ്റെ ഹെൽത്തിനെ കുറിച്ച് അല്ലെങ്കിൽ കിഡ്സിന് വേണ്ടിയിട്ട് വാങ്ങുമ്പോൾ നല്ലതേ വാങ്ങാമെന്ന് ചിന്തിക്കുന്ന ഫാമിലീസിനെ നമുക്കൊരു കസ്റ്റമർ ബേസ് ഉണ്ടാക്കിയെടുക്കാൻ വളരെ നല്ലതായിരിക്കും. അങ്ങനെ ഒരു ഹയർ ലെവൽ ഒരു പ്രീമിയം പ്രൊഡക്റ്റായിട്ട് ഇതിനെ പ്ലേസ് ചെയ്തിട്ട് പിന്നെ കാലക്രമേണ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ സെയിൽസ് കുറഞ്ഞ് വരുന്നു മനസ്സിലാവും, അപ്പോൾ സാധാരണക്കാരിലേക്ക് ഇറക്കി കൊണ്ടുപോകാം. അത് നല്ലൊരു സ്ട്രാറ്റജി ആയിരിക്കും എന്നൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ തെറ്റെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. എൻ്റെ ഒരു പ്രൊമോഷണൽ വ്യൂ അതാണ്. പിന്നെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ കൂടെ ഡ്രസ്സിൻ്റെ കൂടെ എന്തെങ്കിലും കളിപ്പാട്ടങ്ങൾ കൂടുതൽ വയ്ക്കാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഫാമിലീസ് ഓർഗനൈസ് ചെയ്യുന്ന സ്ഥലങ്ങളായാലും അവർ ഒത്തുകൂടുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതിനെ പ്രൊമോട്ട് ചെയ്യാം. സ്കൂൾസ് വഴി ഇതിനെ പ്രൊമോട്ട് ചെയ്യാം. അങ്ങനെ പല രീതികളും എനിക്ക് ഉപയോഗിക്കാം. അതെല്ലാം എന്ത് ചെയ്യുക, ഒന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളതൊന്ന് ചിന്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ മൊത്തത്തിൽ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ. എളുപ്പം എന്ന് പറയാൻ പറ്റത്തില്ല. എളുപ്പമെന്ന് പറയാൻ പറ്റാത്ത കാര്യം, എളുപ്പം എന്നുള്ളത് ഓരോരുത്തരെ ആശ്രയിച്ചിരിക്കുമെങ്കിലും കാര്യം മനസ്സിലാക്കാതെ ഉത്തരം എഴുതാൻ പറ്റാത്ത പേപ്പറാണ്. അതുകൊണ്ട് എനിക്കറിയില്ല എത്ര പേര് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഹൃദയം കൊണ്ട് പഠിച്ചു എന്നുള്ള. അങ്ങനെയുള്ളവർക്ക് ഇത് മുന്നോട്ട് ചെയ്തു പോയി പറ്റിയിട്ടുണ്ടാവും. യു ക്യാൻ സീ, നോക്കാം, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനിയുള്ളവരെങ്കിലും ഇതൊന്ന് മനസ്സിലാക്കുക, പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ പഠിക്കുക. ഇനി മനസ്സിലാവുന്നില്ല, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് മനസ്സിലാവുന്നില്ലെങ്കിൽ ക്വസ്റ്റ്യൻ്റെ അകത്ത് കീവേഡ്സ് കാണാം. ആ കീവേഡ്സിനുള്ള ഉത്തരങ്ങളെങ്കിലും എഴുതി പോവുക. ഈ ഹെഡിങ് കൊടുക്കുക. അപ്പം ഇമ്പാക്ട് ഓഫ് പ്രൈസിങ് സ്ട്രാറ്റജി എന്നൊക്കെ പറഞ്ഞ് ഹെഡിങ് കൊടുത്തിട്ട് എനിക്ക് മനസ്സിലായി പ്രൈസിങ് സ്ട്രാറ്റജിയെ കുറിച്ച് എന്തോ ചോദിച്ചിട്ടുണ്ട്, അപ്പോൾ ഞാൻ എന്ത് ചെയ്താൽ മതി, പ്രൈസിങ് സ്ട്രാറ്റജിയെ കുറിച്ച് അറിയാമെന്നുള്ള എഴുതി വെച്ചാൽ മതി. അറ്റ്ലീസ്റ്റ്, ഞാൻ വീണ്ടും പറയുന്നു, അറ്റ്ലീസ്റ്റ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അകത്ത് എന്തെങ്കിലും അറിയില്ല മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.